നമ്മളെ പിഞ്ചുമക്കൾക്ക് അന്തിറങ്ങണ്ടേ എന്നും നമുക്ക് ഇതുപോലെ ആയാൽ മതിയോ? പോരാ. തെറിന്ന് പറഞ്ഞ പിള്ളേര് കേൾക്കുന്നൊന്നുമില്ല. പച്ച കവിളിച്ച് പറയുന്നത് പിള്ളേർ അതേപോലെ പറയുന്നുണ്ട്. തലമുറ കിട്ടിക്കൊണ്ടിരിക്കുക, തലമുറയായിട്ട്. ഷാപ്പ് നെഞ്ചെല്ലാം കൂടി നിൽക്കും തോന്നി. ഷാപ്പ് നിർത്തത്തെല്ലാം കൂടി നിൽക്കും ഈ വയനാട്ടിൽ എല്ലായിടക്കും നിൽക്കുമ്പോ. ഞങ്ങൾക്ക് വീടും ഇല്ല, കരണ്ടും ഇല്ല, കിണറും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ കാട്ടിലാണ് താമസം. ഇതെല്ലാരും അറിയണം, കലക്ടർ അറിയണം, എല്ലാരും അറിയണം. നമസ്കാരം. ഞാനിപ്പോൾ വയനാട് ചേകാടി, പുൽപ്പള്ളി ചേകാടി എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കാനായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അധികം ജനശ്രദ്ധ അല്ലെങ്കിൽ മാധ്യമ ശ്രദ്ധയോ സർക്കാരിൻ്റെ ശ്രദ്ധയൊന്നും കിട്ടാത്ത ഒരു വിഷയം. അതായത് ഇവിടെ ഒരു പണിയ കോളനിയുണ്ട്, വീരാടി വിലങ്ങാടി എന്ന് പറയുന്ന 2 കോളനിയുണ്ട്. ഈ കോളനിയിൽപ്പെട്ട 6 പേരാണ്, അതായത് പുരുഷന്മാർ 6 പേരാണ് ഒരു വർഷത്തിനിടയ്ക്ക് ആത്മഹത്യ ചെയ്തത്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അധികം ആൾക്കാരുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ല ഇത്. അവിടെയാണ് ഈ ഒരു സംഭവം ഇത്രയും നമ്പേഴ്സ് ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. അപ്പം അത് എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ആത്മഹത്യ ചെയ്യാൻ കാരണം? വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. അത് നിങ്ങൾക്ക് ഈ വീഡിയോ മുന്നോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ പോലെ ഇതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാനായിട്ട് പോകുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാനും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊക്കെ പറഞ്ഞു തരാനായിട്ട് നമുക്ക് ഇവിടുത്തെ പുൽപ്പള്ളി പഞ്ചായത്തിലെ 1-ാം വാർഡിലെ മെമ്പർ നമ്മുടെ കൂടെയുണ്ട്. നമുക്കിനി അദ്ദേഹത്തോടും കൂടെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? രാജു തോണിക്കടവ്. രാജു അല്ലേ? ഇവിടുത്തെ മെമ്പറാണ്? ഇവിടുത്തെ മെമ്പറാണ്. ഈ സംഭവം ഒന്ന് വിവരിക്കാമോ? ഈ വിലങ്ങാടി വീരാടി ഭാഗത്ത് ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. ആത്മഹത്യ നടക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ബാവേലിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ ബാവേലി ചാരയ ഷാപ്പിൻ്റെ അവിടെ അടുത്തന്നെ എത്തും. അതുകൊണ്ട് തന്നെ ഈ വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർക്ക്, അതായത് പുരുഷന്മാർക്ക് ഏത് സമയം പോയിട്ട് മദ്യപിച്ചിട്ട് വരാനും മദ്യം വാങ്ങിക്കൊണ്ട് വരാനും ഒരു സൗകര്യം കൂടുതലാണ്. പക്ഷേ മഴക്കാലത്ത് നമുക്ക് ഇതിലെ പോകാൻ പറ്റാത്തത് കൊണ്ട് പാലത്തിലൂടെയാണ് പോകുന്നത്. ആ സമയത്ത് ഇങ്ങനെയുള്ള ഒരു പ്രവണത കണ്ടുവരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മദ്യപാനം ആണ് പ്രധാനപ്പെട്ട കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എക്സൈസും പോലീസും ഈ കോളനിയെ പ്രത്യേക ഒരു നിരീക്ഷണ കോളനിയാക്കിയിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് മദ്യപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടി ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇന്ന് ബോർഡിലടക്കി ഈ വിഷയങ്ങൾ പറഞ്ഞിരുന്നു. ഈ കോളനിയിൽ ഇങ്ങനെ മദ്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് കുറേ ആൾക്കാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഒരു അടിയന്തര ഒരു നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാവണമെന്ന് ബോർഡിൽ ഞാൻ അജണ്ട വെച്ചില്ലെങ്കിൽ കൂടി ബോർഡിൽ സംസാരിക്കുകയുണ്ടായി. ഇവിടുന്ന് എത്ര ദൂരമുണ്ട് ഈ ബാവലി എന്ന് പറയുന്ന സ്ഥലത്ത്? ഇവിടുന്ന് 1/2 കിലോമീറ്ററേ ഉള്ളൂ. ഈ പുഴ കടന്ന തൊട്ടപ്പുറത്ത് ഈ കർണാടകയിൽ മദ്യപിക്കുന്ന സ്ഥലമായി. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ബാവലി എന്ന് പറയുന്നത് കർണാടകയുടെയും കേരളത്തിൻ്റെയും കൂടെ ബോർഡർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. മാനന്തവാടിയിൽ നിന്ന് മൈസൂരിലേക്കോ HD കോട്ടയിലേക്കൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാർക്കറിയാം ബാവലി എന്ന് പറയുന്ന സ്ഥലമാണ് നമ്മുടെ അതിർത്തിയായിട്ട് വരുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കർണാടകയിൽ നിന്നുള്ള ലിക്കർ, അതായത് ചാരായം പോലെയുള്ള മറ്റ് ആൽക്കഹോൾ സാധനങ്ങളൊക്കെ ഇവിടെ വളരെ സുലഭമായിട്ട് കിട്ടും. അതായത് നമുക്ക് കേരളത്തിൽ കിട്ടുന്നതിനെക്കാട്ടും വളരെ ചീപ്പായിട്ട് കിട്ടും. അത് പലതും ഒറിജിനൽ പോലും ആയിരിക്കില്ല, ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളടക്കം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരം സാധനങ്ങളൊന്നും അവിടെ ഒരു നിയന്ത്രണം ഇല്ലാതെയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ മാത്രമല്ല, നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ മരക്കടവ് എന്നാണ്, അതായത് പുൽപ്പള്ളി മരക്കടവ് ഭാഗത്തും അതുപോലെ തന്നെ പെരിക്കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തും ഒക്കെ ഇതേ പരിപാടിയുണ്ട്. അതായത് തോണി കടന്ന് അപ്പുറം കടന്നാൽ, അതായത് കബനിപ്പുഴ കടന്ന് അപ്പുറം എത്തിക്കഴിഞ്ഞാൽ കർണാടകയും ഇപ്പുറം കേരളവുമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. അപ്പോൾ ഇവിടെയും ഈ സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ ലൈവായിട്ട് കാണുകയും ചെയ്യാം. അവിടുന്ന് ആൾക്കാർ മദ്യം മേടിച്ചിട്ട് തിരിച്ച് വരുന്നതും അതുപോലെ തന്നെ മദ്യപിച്ച് ലക്ക് കെട്ട് തിരിച്ച് വരുന്ന കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവരൊക്കെ എന്ത് സാധനമാണ് ഇത് അകത്താക്കുന്നതെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഒന്നും ആരും ചെക്ക് ചെയ്യുന്നില്ല. മാത്രമല്ല അവിടെയൊന്നും കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങളുമില്ല. അതുകൊണ്ട് ഫ്രീ ആണ്, ആൾക്കാർക്ക് പോയി കുടിച്ചിട്ട് വരാൻ ആർക്കും ഒരു തടസ്സപ്പെടുത്താനായിട്ട് സാധിക്കില്ല. പക്ഷേ മേടിച്ചുകൊണ്ട് വരുന്നത് ഇവിടെ വെച്ച് തടയാൻ മാത്രമേ എക്സൈസുകാർക്ക് സാധിക്കത്തുള്ളൂ. അതാണ് എക്സൈസിൻ്റെ ഡ്യൂട്ടി. പക്ഷേ അവിടെ പോയി കുടിച്ചിട്ട് വരുന്നതിന് ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ളൊരു ബോധവൽക്കരണം പോലെ എന്തെങ്കിലും ഇവരെ നടത്തണം എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു പോംവഴിയെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇത്തരം ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ അവിടെ ഉപയോഗിച്ച് ഒരുപക്ഷെ ഇവർക്ക് മാനസിക നില പോലും തെറ്റുന്നുണ്ടാകും.
അപ്പോൾ ഇത്തരം വിഷയങ്ങളാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. ഏതായാലും നമ്മളിപ്പോൾ വിലങ്ങാടി കോളനിയിലാണുള്ളത്. നമുക്കിനി ഈ കോളനിയിലെ കുറച്ച് കാഴ്ചകളും അതുപോലെ തന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും ഒക്കെ നമുക്കൊന്ന് അന്വേഷിക്കാം. ബാവയിൽ നിന്നിപ്പോ കുടിക്കാൻ എല്ലാവരും ഇതിലേക്ക് കൂടി നടന്നു പോകാൻ എളുപ്പല്ലേ? പിന്നെ പോയാ കൂടി പോകാനത്ത് നല്ല എളുപ്പമല്ലേ. എല്ലാ സ്ഥലത്തും ഭയങ്കര പുലിയും ആനനെ കൊണ്ട് പിന്നെ ഭയങ്കര ബോഡി. ഇവിടുത്തെ കുടിമാർക്ക് ബോഡിയുള്ളതാണ് രാത്രിയും പകലും അതൊക്കെ അല്ലേ ഈ ചേകാടി ഇത്ര അടുക്ക പാക്കറ്റ് കിട്ടുന്നതോ. നിങ്ങൾ 10 പൈസ കിട്ടാൻ പോലെ രാത്രിയും പകലും പോയി കുടിക്കാനും നടക്കാനും. ഇനി അവരെ കുടി നിർത്താൻ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നാം എന്താ ചെയ്യുക? സർക്കാർ എക്സൈസും പോലീസുകാര് നോക്കണം. അവര് ചാപ്പ് നെഞ്ചെല്ലാം കുടി നിൽക്കും തോന്നി. ചാപ്പ് നിർത്തത്തെല്ലാം കുടി നിൽക്കും ഈ വയനാട്ടിൽ. എല്ലായിടക്കിൽ നിൽക്കുമോ? നിൽക്കല്ല. കള്ളു ചാപ്പ് നിർത്തല്ല കുടി നിൽക്കും തോന്നി വയനാട്ടിലെ ആൾക്കാർ. എല്ലായിടക്കിൽ നിൽക്കുമ്പോ ഇപ്പൊ കുട്ടികളൊക്കെ എങ്ങനെ പഠിക്കാം? അപ്പൊ ഈ കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ പ്രശ്നം അവരെല്ലാം ആളും കുത്തി ആയിച്ചാക്കില്ല. കുട്ടികളും പോയവർ കള്ളു കുത്തിപ്പോകാറ്. ഒരു 10, 16, 10, 20 വയസ്സൊക്കെ അഞ്ചല്ലേ പോയാൽ ഇപ്പോഴേ കുട്ടികൾ കള്ളു കുത്തിപ്പോകാങ്ക് കണ്ടു പുറത്തല്ലേ. 20 വയസ്സാകുമ്പോഴത്തേക്കും കുടി തുടങ്ങുന്നു. അവയല്ലേ ഇപ്പൊ പരിപാടി. ചേച്ചിയൊന്നും പറഞ്ഞു കൊടുക്കൂലേ കുടിക്കരുതെന്നൊക്കെ? പിന്നെ എന്റെ ഭർത്തനം കേൾക്കുക. ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടിക്കാൻ വരും. മെമ്പർക്കറിയാം. അങ്ങനെ ഇപ്പോഴ കുട്ടികളെ പണ്ടത്തെ അച്ഛന്മാരും അമ്മമാരും കുട്ടികളൊക്കെ ഒരു തരാം. ഇപ്പോഴേ അച്ഛന്മാരും അമ്മമാരും കുട്ടികളൊക്കെ ഒരു തരാം. പിന്നെ എന്താ പറയലും അമ്മമാരും അച്ഛന്മാരും പറയുന്ന വെട്ടം എടുക്കുക. വടിയെടുത്ത് അടിക്കല്ല അമ്മമാരെ അച്ഛന്മാരെ വരുന്നത്. പിന്നെ എങ്ങനെ നിർത്തും? ഇവരെല്ലാരും സ്കൂളിൽ പോക്കൊക്കെ ഉണ്ടോ? പിള്ളേരൊക്കെ പിള്ളേരൊക്കെ പോകുന്നുണ്ട്. അല്ലേ? എത്രാം ക്ലാസ് വരെ പോകും? 2-3 പിള്ളേരേ ഉള്ളൂ ഇവിടെ. അല്ലേ? ഇവിടെ 2 ആളും അവിടെ 2 ആളും. എത്രാം ക്ലാസ് വരെയൊക്കെ പോകും? 10ാം ക്ലാസ് വരെയൊക്കെ പഠിക്കുന്നുണ്ടോ എല്ലാവരും? 10ാം ക്ലാസ് വരെ പഠിത്തമൊക്കെ നിർത്തി. പെണ്ണുകൾ ആണുകൾ പിന്നെന്താ പറയല് ഇവിടുത്തെ ആൾക്കാർക്ക് ഇത് പഠിക്കണ്ടേ അവര്? അതെ, പഠിച്ച് ജോലിയൊക്കെ വാങ്ങണ്ടേ? 8-9 വരെയൊക്കെ പോവും. പിന്നെ നിർത്തും. അങ്ങനെ ഇവിടുത്തെ ആരും പറയൂലേ ഇനിയും പഠിക്കണമെന്നൊന്നും പറഞ്ഞു കൊടുക്കൂലേ? അച്ഛന്മാരും അമ്മമാരും പറഞ്ഞിട്ട് പോവും. ഇപ്പൊ 2-3 ആളില്ല ഇവിടെ. ആദ്യം കുറിച്ച് കഴിഞ്ഞാലും പല പോലെയല്ല സമ്പാദിക്കുന്നത്. ഇത് എവിടുന്ന ഇത് കിട്ടുന്ന സാധനം? എവിടുന്ന കിട്ടുന്നത്? ഭാവിയിൽ നിന്ന് കൊണ്ടുവരും കുട്ടിക്കും. കയ്യിൽ 10 പൈസ ഇരുന്ന അതല്ലേ ഭയങ്കര കുടിയും വെള്ളമും ഭയങ്കര കുടിയല്ലേ? കിട്ടുന്ന പൈസ മുഴുവൻ കള്ളു കുട്ടിക്കല് കുടിച്ചു തീർക്കും അല്ലേ? ഇത് സുരേഷ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വീടാണ്. ഒരു 2 മാസം മുമ്പ് ആത്മഹത്യ ചെയ്ത ഒരു വീടാണ്. അന്ന് ഇവിടെ പുള്ളിക്കാരൻ മദ്യപിച്ച് വന്നിട്ട് ഭാര്യനെയും കുട്ടികളെ അടക്കി മദ്യത്തിൻ്റെ ലഹരിയിൽ അടിച്ച് പുറത്തേക്ക് ഓടിക്കുകയും അതിനുശേഷം രാവിലെ ഒരു പുലർച്ചെയെന്ന് തോന്നുന്നു ആത്മഹത്യ ചെയ്തത്. രാവിലെ പുള്ളിയുടെ മകൾ വന്ന് നോക്കുമ്പോഴാണ് ആത്മഹത്യയായിട്ട് ചെയ്തതായിട്ട് കണ്ടത്. അപ്പം മദ്യത്തിൻ്റെ ലഹരിയിൽ കുട്ടികളെയും ഭാര്യയും ഓടിക്കുകയും രാവിലെ അതിൻ്റെ ഒരു പശ്ചാത്താപം എന്നോണം പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്താപമായിരിക്കാം ആത്മഹത്യക്ക് കാരണം. എത്ര വയസ്സുള്ള ആളാണ് മരിച്ചത്? 42 വയസ്സ് കാണും അത് മരിച്ച ആൾക്ക്. അപ്പോൾ ഇവിടെ മരിച്ച ആൾക്കാരെല്ലാവരും തന്നെ 50-നും 35-30 വയസ്സിൽ ഇടയിലുള്ള ആൾക്കാരാണ് മരിച്ചത്. മദ്യപാനമാണ് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഈ മദ്യപാനത്തിനെതിരെ
ഒരു സർക്കാരിൻ്റെ ഭാഗത്തൊരു നല്ലൊരു ഇടപെടൽ ആവശ്യമാണ്. കാരണം ഇന്ന് ഇവിടെ മാത്രമല്ല ആദിവാസി മേഖലയിൽ ആത്മഹത്യ ഇതുവരെയും നമ്മൾ അങ്ങനെ കേട്ടുകേൾവിയില്ലായിരുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും തരണം ചെയ്ത് ജീവിച്ച ഒരു സമൂഹമാണ്. ഇന്ന് അവർക്ക് ആ ഒരു പ്രശ്നത്തിലും പരിഹാരത്തിനും അവർക്കൊരു പരിഹാരം കാണാതെ വരികയും സാമ്പത്തികമായിട്ടും ആ സാമ്പത്തിക പ്രശ്നം വരുമ്പോൾ അവർ നേരെ ഇത് പരിഹാരം കാണുന്നത് മദ്യപിക്കുകയാണ്. മദ്യപിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ബോധമില്ലാതെ പലതും പറയുന്നു. അതാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്കും ഭാര്യയ്ക്ക് താങ്ങാൻ പറ്റാത്ത ഒരു സർക്കാരിൻ്റെ സഹായമൊക്കെ ഇവരിലേക്ക് എത്തുന്നുണ്ട്. ശരിക്കും സർക്കാരിൻ്റെ സഹായം പല സഹായങ്ങളും എത്തുന്നുണ്ട്. എങ്കിലും വീട് പോലെയുള്ള സഹായങ്ങൾ ഇടനിലക്കാരുടെ കയ്യിൽ നിന്നാണ് വരുന്നത്. ഈ വീടൊക്കെ സർക്കാർ പണിത് കൊടുത്ത വീടാണ്. ഈ വീടൊക്കെ സർക്കാർ പണിത് കൊടുത്ത വീടാണ്. പക്ഷേ ഇത് കോൺട്രാക്ടർമാരെ എടുത്ത് വളരെ ഗുണനിലവാരം ഇല്ലാത്ത പണികളാണ് എടുത്തത്. അത് ഉള്ളിൽ കയറി നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. നമ്മളിപ്പോൾ ആ വീടിൻ്റെ ഉൾവശമായിട്ടാണ് കാണുന്നത്. ഇത് അവർ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞിട്ടാണ് പണിയുന്നത്. പക്ഷെ സിറ്റ് ഔട്ടിന് വേണ്ട സൗകര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ അടുക്കള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അടുക്കള. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയൊക്കെ വളരെ എന്താ പറയുക, ഈ അടുക്കള നമ്മുടെ പഴയ ആ രീതിയിലുള്ള വീടൊക്കെ ആണെങ്കിൽ നല്ല രീതിയിലുള്ള അടുക്കളയാണ്. പക്ഷേ ഈ രീതിയിലുള്ള വീടാകുമ്പം അടുക്കളയുടെ സൗകര്യമൊക്കെ വളരെ കുറവാണ്. പഴയ അടുക്കളയാണ്. അതെ ഒരു ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വീടുകളാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ലൈഫ് മിഷനിൽ ഉള്ളത് കൊണ്ട് പുതിയ അപേക്ഷ കൊടുക്കാനും അത് പണിയെടുക്കാനും ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ലൈഫ് മിഷൻ്റെ ആ മാനദണ്ഡങ്ങളൊക്കെ മാറ്റി അർഹതപ്പെട്ടവർക്ക് വീട് കൊടുക്കുക എന്നുള്ള രീതിയിൽ സർക്കാർ മയപ്പെട്ട് വരേണ്ടതാണ്. അർഹതപ്പെട്ട രീതിയിലും വരേണ്ടതുണ്ട്. കാരണം വീട് എന്ന് പറഞ്ഞ സ്വപ്നം അതൊരു വലിയ സ്വപ്നമാണ്. ചെറിയ കുട്ടികൾ പഠിച്ച് അവരുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ വേണ്ടി നല്ല അടുക്കളയും നല്ല സിറ്റ് ഔട്ടും നല്ല കിടപ്പുമുറി ഇല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോർന്നു വലിക്കുന്ന വീട്ടിൽ ഒരിക്കലും പറ്റൂല. അതുകൊണ്ട് തന്നെ ഒരു മാനസിക പരിഗണന മറ്റുള്ള ആൾക്കാർ ജീവിക്കുന്നത് പോലെ തന്നെ ഞങ്ങളുടെ ആദിവാസികൾക്കും ജീവിക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ സ്വപ്നങ്ങൾ പൂവണിയേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തിലൊരു നല്ലൊരു ഇടപെടൽ ആവശ്യമാണ്. ഒരാൾക്ക് പണിത് കൊടുത്തൊരു വീടാണ്. ആ വീടിൻ്റെ ഒരവസ്ഥയാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ ഉള്ളിൽ പുറ്റ് വളർന്നിരിക്കുകയാണ് കേട്ടോ, ചെതൽപ്പുറ്റ്. ഈ ചെതൽപ്പുറ്റാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചെതൽപ്പുറ്റ് വന്നുകൊണ്ട് ഇവരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനകത്ത് ദൈവം ഉണ്ടെന്നുള്ള ഒരു നിലയ്ക്ക് അവരിപ്പോൾ ഇവിടുന്ന് താമസമില്ലല്ലേ, അവരിപ്പോൾ ഇവിടെ താമസിക്കുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ചെതൽ വരാനുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പണിത് കൊടുത്ത വീടിൻ്റെ നിലം ഒരു ടൈലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് മണ്ണ് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിൻ്റെ അകത്ത് ചെതൽപ്പുറ്റ് പൊങ്ങിയതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്തരം ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടുത്തെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പണ്ടുകാലം മുതലേ ഉള്ള വിഭാഗങ്ങളാണ്. ഈ ഭാഗത്തുള്ളവരൊക്കെ പണിയ വർഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അവരുടെ വീടുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. വളരെ ശോചനീയാവസ്ഥയാണ്. അത് കോൺട്രാക്റ്റ് കൊടുത്താണ് ഇത് പണിയിക്കുന്നത്. ആ കോൺട്രാക്റ്റ് കൊടുത്ത ആൾക്കാർ നല്ല രീതിയിൽ അതിൻ്റെ അകത്തുനിന്ന് മുക്കി ഒരു വീട് എങ്ങനെ ഏറ്റവും മോശാവസ്ഥയിൽ പണിത് കൊടുക്കാൻ പറ്റുമോ ആ ഒരു അവസ്ഥയിലാണ് പണിത് കൊടുത്തിരിക്കുന്നത്. ഇവിടെയുള്ള വീടുകളുടെയൊക്കെ അവസ്ഥ തന്നെയാണ്. കോൺക്രീറ്റിൻ്റെയൊക്കെ, അതായത് മേൽക്കൂരയൊക്കെ കോൺക്രീറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ കട്ടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരെ കട്ടിയില്ലാത്ത രീതിയിലാണ്. ഒരു വീടാണെന്ന് ആലോചിക്കണം, എത്ര വർഷം ഉപയോഗിക്കേണ്ട ഒരു കെട്ടിടമാണ്. അപ്പോൾ അത് ഇത്തരത്തിലാണ് അവർ പണിത് വച്ചിരിക്കുന്നത്. അത് മാത്രമല്ല ഇവരുടെ തലമുറയിൽപ്പെട്ട യുവാക്കളെല്ലാം ഇപ്പോൾ ഇത്തരത്തിൽ മദ്യപാനം ഓവറായിട്ട് വരുന്നതുകൊണ്ടാണ് ഇത്തരം ആത്മഹത്യകൾ ഇവിടെ വരുന്നത് എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇവിടെ ഉള്ളത്. ഈ അതിർത്തി മേഖലയിൽ നിന്നൊക്കെ, അതായത് ബാവലി പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചീപ്പായിട്ട് വാറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ മേടിച്ച് കുടിച്ച് ഇവരെല്ലാവരും ആയുസ്സെത്താതെ മരിക്കുകയാണ്. ചെറുപ്രായത്തിൽ തന്നെ 50-ൽ താഴെ വയസ്സുള്ള ആൾക്കാരാണ് മരിക്കുന്നത് കംപ്ലീറ്റും.
ഇത് വിലങ്ങാടി കോളനിയിലത്തെ വീടുകളാണ്. ഇവിടെ താമസിക്കുന്ന ആൾക്കാർ ഫോറസ്റ്റിൻ്റെ ലീസ് ഭൂമിയാണ്. അപ്പോൾ ഇവർക്ക് ലൈഫിൽ 3 പേർക്ക് ലൈഫിൽ ലിസ്റ്റിലുണ്ട്. പക്ഷേ ഇവർക്ക് വീട് എഗ്രിമെൻ്റ് വെക്കാൻ കഴിയുന്നില്ല. കാരണം ഫോറസ്റ്റ് ലീസ് ഭൂമി ആയതുകൊണ്ട് ജില്ലാ കളക്ടർ വിചാരിച്ചാലേ ഇവർക്ക് വീട് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ പഠിക്കുന്ന 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ +2 വരെ പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുറ്റും വനത്താൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ്. ഏത് സമയത്തും പകൽ പോലും ആനയും കടുവയും ഏത് സമയത്തും വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ മുൻപ് തന്നെ ഇവിടെ താമസിച്ച ആൾക്കാരാണ്. ഒരിക്കൽ അവർ താമസിച്ച് തൊട്ടപ്പുറത്ത് താഴേക്ക് പോയെങ്കിലും പിന്നീട് അവരുടെ പൂർവികന്മാർ താമസത്തിൽ വന്ന് താമസിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇവർക്ക് വനാവകാശ പട്ടയം കൊടുത്തിട്ടില്ല, പക്ഷേ വനാവകാശ രേഖ കൊടുത്തിട്ടുണ്ട്. ആ രേഖ വനവിഭവങ്ങൾ ശേഖരിക്കാനും ഉള്ള രേഖയാണ്. അത് മാറ്റി ഇവർക്ക് വീട് വെക്കാൻ വേണ്ടിയിട്ട് വനാവകാശ രേഖ കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടുത്തെ സാഹചര്യം വളരെ ഏത് സമയത്തും ആനകൾ വരുന്നത് കൊണ്ട് സാഹചര്യമൊക്കെ വളരെ മോശമാണ്. ഇവിടുത്തെ ആൾക്കാർ വീടിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പരാതി പറയുന്നത്, നമുക്ക് മുൻപൊക്കെ ആണെങ്കിൽ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും വീട് വെച്ച് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ലൈഫ് മിഷനായിട്ട് ബന്ധപ്പെട്ട് ഇത് നമുക്ക് മാറ്റിയത് കൊണ്ട് ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റോ പഞ്ചായത്തിനോ വീട് കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. ലൈഫ് മിഷൻ്റെ ഈ മാനദണ്ഡങ്ങളൊക്കെ മാറ്റി ഈ ആദിവാസി മേഖലയിൽ എല്ലാവർക്കും വീട് കിട്ടുന്ന, അർഹതപ്പെട്ടവർക്ക് വീട് കിട്ടുന്ന രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം ലൈഫ് മിഷൻ തന്നെ ഇപ്പോൾ ചേകാടിയിൽ ഈ പുൽപ്പള്ളി പഞ്ചായത്ത് തന്നെ എഗ്രിമെൻ്റ് വെച്ചിട്ട് രേഖകളൊന്നും ക്ലിയർ ആവാതെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെയുള്ള കൂരയിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ മാറ്റി ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എല്ലാ ഇതും കൊടുത്ത് രേഖകളൊക്കെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് മുമ്പ് കൊടുത്തതുപോലെ തന്നെ ആക്കി വീടിൻ്റെ കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു ഉദാരമായ നടപടി ഉണ്ടാവണമെന്നാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഞങ്ങൾക്ക് വീടുമില്ല, കരണ്ടുമില്ല, കിണറുമില്ല, ഒന്നുമില്ല. ഞങ്ങൾ കാട്ടിലാണ് താമസം. ഇതെല്ലാവരും അറിയണം. കലക്ടർ അറിയണം, എല്ലാവരും അറിയണം. എന്ന് ആന വരും, പുലി വരും, എല്ലാം വരും. ഒരു മെഴുകുതിരി കൊണ്ട് എത്ര ദിവസം ഞങ്ങൾ കഴിയും? ഞങ്ങൾക്കൊന്നുമില്ല. പിന്നെന്താ ഞങ്ങൾ ചെയ്യണ്ടേ? നിങ്ങളെല്ലാവരും കൂടി സഹകരിക്കണം. ഞങ്ങളുടെ മെമ്പറുണ്ട്, അത്രേ ഞാൻ പറയുള്ളൂ. പത്ത് മണിയൊക്കെ ആകുമ്പോൾ 11 മണി സമയത്തൊക്കെ പോയിട്ട് വരിക. 12 മണി 1 മണിയൊക്കെ അടി ഉണ്ടാക്കുക, ഒച്ചപ്പാട് വെക്കുക. ഈ കോളനി മൊത്തം ഉറങ്ങാൻ സമ്മതിക്കുന്നില്ലെന്നേ, കള്ളുകുടിയും കൊണ്ട്. നമ്മൾ മാത്രമല്ലേ ഉള്ളു, നമ്മുടെ പിഞ്ചു മക്കളില്ലേ, നമ്മുടെ പിഞ്ചു മക്കൾക്ക് അന്തിറങ്ങണ്ടേ? എന്നും നമുക്ക് ഇതുപോലെ ആയാൽ മതിയോ? പോരാ. നമ്മളെ കുടുംബത്ത് ഇച്ചിരി ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുന്നതല്ലേ നമ്മുടെ പിഞ്ചു മക്കളെയും കൊണ്ട്. അതുവരെ അവർ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാല് എത്ര ഒരു വീടായെങ്കിലും പോട്ടെ, ഇത്രയും അയൽവക്കല്ല ചുറ്റുള്ള, അതെന്ത് ഇവരെ അംഗീകരിക്കാത്ത? കുടിച്ചോട്ടെ, കുടിക്കാണ്ടെന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല. കുടിച്ചിട്ട് അവരവരുടെ കുടുംബത്ത് പെണ്ണുങ്ങൾ വേവിച്ചു കൊടുക്കുന്ന ഭക്ഷണം തെറിന്ന് പറഞ്ഞ പിള്ളേര് കേൾക്കുന്നൊന്നുമില്ല. പച്ചയൊക്കെ വിളിച്ച് പറയുന്നത് പിള്ളേര് അതേപോലെ പറയുന്നുണ്ട്. തലമുറ കിട്ടിക്കൊണ്ടിരിക്കുക, തലമുറയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുക. നമ്മുടെ മക്കള് നമ്മൾ ഇതൊക്കെ ആരെങ്കിലും വന്നാൽ ഇതൊക്കെ പറഞ്ഞാല് പിന്നെ ആണുങ്ങൾക്ക് അത് പിടിച്ച് നമ്മളോട് വഴക്കിന് വരും. ഇന്നലെ ഞങ്ങൾ 2 പ്രാവശ്യം പോലീസിനെ വിളിച്ചേ, എന്നിട്ട് ആരും വന്നില്ല, ഒരു മറുപടിയും ഇല്ല. ഫോൺ എടുത്തു, ഞങ്ങൾ ഇപ്പൊ വരാന്ന് പറയുന്നല്ലോ, പോലീസ് വരില്ല. സർക്കാർ എന്തിനാ ഇവർക്ക് ആ യൂണിഫോം കൊടുത്ത്? ഇതൊക്കെ അന്വേഷിക്കാനും പിടിക്കാനും ഒക്കെ അല്ലേ യൂണിഫോം. എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യുന്നില്ല, പറ്റാണ്ടാകുമ്പോ മാത്രമേ പോലീസിനെ വിളിക്കുന്നുള്ളൂ, അപ്പോഴും വരുന്നില്ല. കള്ളുകുടിയന്മാര് കോളനി നിരങ്ങുക. മദ്യം കിട്ടുന്ന ഇവിടെ അടുത്തുള്ള മേരി എന്ന് പറയുന്ന ആളെ വീട്, മേരി ദേവഷൻ, ഈ വീടിന്റെ അപ്പുറത്ത് വീട്. കർണാടക അല്ല തന്നെ ഈ ചേച്ചിന്റെ വീടിന്റെ അപ്പുറത്തത്. അവര് ഒരു 10 മണി പണിക്കേറി വരും, എന്നിട്ട് വാവിലി പോകും. വാവിലി പോയി കുടിച്ച് വന്നിട്ട് പിന്നെ അതിന്റെ ഇത് കഴിയുമ്പോ അവര്
10-12 മണി വരെ പോകുന്നതാണ് അവിടെ. അതിരാവിലെ ചായ കുടിക്കും പോലെ പോയി കുടിച്ചിട്ട് വരുന്നു. രാവിലെ വരാൻ എന്റെ ഇത് ആരാന്ന് പറഞ്ഞേ? മേരി കെട്ടിയവന്റെ പേര് ദേവശ്യ കെട്ടിയവന്റെ പേര്. ഇവിടെ അടുത്ത് തന്നെയാ വീട്? ആ അടുത്ത ഇതാ ഈ കാണുന്ന ഈ വീടിന്റെ അപ്പുറത്തെ വീട്. എന്നെ വെട്ടാൻ വന്നതാ ജോഷി ഉണ്ടായിരുന്ന സമയത്ത്. ഞങ്ങൾ വഴക്ക് കൂടിയപ്പോ അപ്പൊ ജോഷി മരിച്ചു പോയി. മക്കളൊന്നുമില്ല, പാവങ്ങളാ. പക്ഷെ ഞങ്ങൾ ശല്യം സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. നമ്മുടെ കുടുംബം കലക്കിട്ട് വേണ്ടെന്നേ. മദ്യപാനം കുടിച്ച് കുടുംബം കലക്കിട്ടുള്ള ജീവിതം അവർക്ക് വേണ്ട. അതിനുള്ള ശിക്ഷ ദൈവം കൊടുക്കും അവർക്ക്. മദ്യം കുടിച്ചോട്ടെ, കുടിക്കേണ്ടെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. കുടിച്ച് പഠിച്ച ആണുങ്ങൾ കുടിക്കും. പക്ഷെ കുടുംബത്തെ എന്തിനാ വന്ന് ഈ ചീത്തയും തെറിയൊക്കെ? ഞങ്ങൾക്ക് ഒരു കിടന്നുറങ്ങണ്ടായി നാട്ടുകാർക്ക്. ഇവന്മാര് പറയുന്ന ചീത്തയും തെറിയും നമ്മുടെ പിള്ളേരല്ലേ കേൾക്കുന്നത്. അത് കേട്ടല്ലേ പിള്ളേര് വളരുന്നത്. അത് അപ്പുറത്ത് ഒരു അമ്മ ഇതാ കണ്ണു കാണത്ത അമ്മ, അതിന്റെ ഒച്ചപ്പാടും കൊണ്ട് വെള്ളവും കൊണ്ട് അത് ഇവിടെ അവണ് വന്ന് താമസിക്കുന്ന കോവലേട്ടന്റെ വീട്ടില് പൂരം തെറി. ഇത്തരത്തിൽ നമ്മളിപ്പോൾ സംസാരിച്ച വിഷയങ്ങളൊക്കെ നിങ്ങൾ കേട്ടു. ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ആത്മഹത്യയെക്കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താനാണ് വന്നതെങ്കിൽ പോലും മറ്റു പല പ്രശ്നങ്ങളും ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്നുണ്ട്. അതൊക്കെ നമ്മളിപ്പോൾ വീഡിയോയിലൂടെ കണ്ടു കേട്ടു. അപ്പോൾ ഇത്തരത്തിൽ സർക്കാരിൻ്റെയും മറ്റ് അധികാരികളുടെയൊക്കെ ശ്രദ്ധ പതിയേണ്ട ഒത്തിരി വിഷയങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഒന്നിലധികം പ്രശ്നങ്ങളുണ്ട്. മദ്യപാനത്തിൻ്റെ മാത്രമല്ല, മദ്യപാനം, പുകവലിയും മറ്റ് എന്താ പറയുക, കൃത്യമായിട്ട് ഇവർക്ക് വേണ്ടിയിട്ട് ആസൂത്രണം ചെയ്യുന്ന പദ്ധതികളൊന്നും അവരിലേക്ക് എത്തുന്നില്ല. പലതും കൈമറിഞ്ഞ് പല ആൾക്കാരുടെ കയ്യിലൂടെ കയറി ഇറങ്ങി എത്തുമ്പോഴത്തേക്കും ഇവർക്ക് അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ഇവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രശ്നം തന്നെയാണ്. ഏതായാലും ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇവിടെ നടത്തുന്ന ഇത്തരം പദ്ധതികളും കാര്യങ്ങളൊക്കെ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി അല്ലെങ്കിൽ കാര്യക്ഷമതയോടുകൂടി നടപ്പിലാക്കാനും അത് ഇവരിലേക്ക് എത്തുവാനും ഉള്ള ഒരു നടപടികളൊക്കെ ഉണ്ടാകട്ടെ. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.